ഹലോ. എങ്ങോട്ടും പോകാനൊന്നുമല്ല, ജസ്റ്റ് മുടിയും കെട്ടി ലിപ് ബാമും ഇട്ട് ഞാനൊരു ഡിന്നർ ഉണ്ടാക്കാൻ പോവാണ്. അതായത് നല്ല വിശന്ന് കഴിഞ്ഞാൽ കഴിക്കാൻ ചോറും ചിക്കൻ കറിയും ഉണ്ട്. പക്ഷെ അത് ഉച്ചയ്ക്ക് കഴിച്ച് ബോറടിച്ചു. ഇപ്പോൾ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണം എന്നാണ് എൻ്റെ മനസ്സിൽ. പക്ഷേ വെറൈറ്റി ആയിട്ടൊന്നും എനിക്ക് ഉണ്ടാക്കാൻ അറിയില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഉള്ളി മുറിച്ചു. ഇങ്ങനെയൊക്കെ ടി വിയിൽ മാത്രമേ പറ്റുള്ളൂ, അല്ലെങ്കിൽ സ്വപ്നങ്ങളിൽ മാത്രമേ പറ്റുള്ളൂ. നമ്മൾ ഉള്ളി മുറിക്കുമ്പോൾ കണ്ണീര് വരണം, കരയണം, തുമ്മണം, ഇതൊക്കെ സ്വാഭാവികമാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു തക്കാളി ചോറ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ആകെ കൂടെ എനിക്ക് മര്യാദയ്ക്ക് ഞാനും മോനും ടേസ്റ്റോടെ കഴിക്കുന്ന ആകെ ഒന്നേ ഉള്ളൂ, അതാണ് ഈ തക്കാളി ചോറ്. എനിക്കും അവനും ഒരുപോലെ ഇഷ്ടം. വേറെ വീട്ടിൽ ആരും ഇത് കഴിക്കില്ല. അപ്പം എന്തായാലും ഞങ്ങൾക്ക് കോളായി. ഉള്ളിയും തക്കാളിയും പിന്നെ കണ്ണി കണ്ട സാധനങ്ങളൊക്കെ വെട്ടിമുറിച്ചിട്ടു. അതായത് മുറിക്കേണ്ട ഉള്ളിയും തക്കാളിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പിട്ടു, കുറച്ച് എള്ള എവിടെ നോക്കിയിട്ട് അതിനെ എടുത്തിട്ടു. അങ്ങനെ ഇലയും പൂവും കായും ഒക്കെ എടുത്തിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. ഇളക്കി 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 ഇത് കരിയാറായപ്പോൾ കുറച്ച് തക്കാളി എടുത്തിട്ടു. പിന്നെയും വഴട്ടി വഴട്ടി വഴട്ടി. ഈ വഴട്ടുക എന്നുള്ളത് നമ്മുടെ പാലക്കാട് മാത്രമാണോ പറയാമെന്ന് എനിക്കറിയില്ല. മറ്റുള്ളവിടങ്ങളിൽ എങ്ങനെയാണ് പറയുക? സോട്ട് ചെയ്യുക, അത് ഇംഗ്ലീഷ് ആണല്ലോ. എങ്ങനെ പറയാമെന്ന് എനിക്കറിയില്ല. എനിവേ ഉണ്ടായിരുന്ന ചിക്കൻ ചാറും കുറച്ച് ഒഴിച്ചു, കാരണം ചിക്കൻ മസാല കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ആ ടേസ്റ്റിന് കറി വെച്ച ചിക്കനിൽ നിന്ന് കുറച്ച് ഗ്രേവി എടുത്തതിൽ ഒഴിക്കുന്നുണ്ട് ഞാൻ. അങ്ങനെ എല്ലാം കൂടെ ഒരു പരുവത്തിലാക്കി സോയാ സോസും ഒക്കെ കൂടെ മിക്സ് ചെയ്ത് എന്തോ ഒരു കൊളാബറേഷൻ ആക്കിയിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ സാധാരണ ചോറ്, ഉച്ചയ്ക്ക് വെച്ച ചോറാണ്, അതിനെടുത്ത് തട്ടുന്നു. നെയ്യിലാണ് കേട്ടോ ഞാനിത് ഉണ്ടാക്കുന്നത്. അതാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു കാര്യം. അപ്പം നെയ്യ് കുറച്ച് അധികം ഒഴിച്ചുണ്ടാക്കിയിട്ടുണ്ട്. ചൂടോടെ അച്ചാറിൻ്റെ കൂടെ, വെളുത്തുള്ളി അച്ചാറാണ്, വെളുത്തുള്ളി അച്ചാറിൻ്റെ കൂടെ അങ്ങ് കഴിക്കാൻ അടിപൊളിയാണ്. ആക്ച്വലി എനിക്കും എൻ്റെ മോനും ഇഷ്ടമാണ്. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ശരിക്കും ഇത് ബസ്മതി റൈസിലോ അല്ലെങ്കിൽ നോർമൽ ഒരു പുലാവ് റൈസിലൊക്കെ ഉണ്ടാക്കിയാൽ കുറച്ചുകൂടെ ടേസ്റ്റി ആയിരിക്കും. പക്ഷേ ഇവിടെ എപ്പോഴും അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ 2 ദിവസമേ നിൽക്കുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്കെപ്പോഴും ശരണം നോർമൽ ചോറ് തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും വളരെ ടേസ്റ്റോടെ അത് കഴിക്കുന്നുണ്ട്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എൻ്റെ വയറും നിറഞ്ഞു. ഇനി നമ്മുടെ ഷോ ഓഫ് വെള്ളം കുടി, അത് ഞാനിപ്പോൾ കണ്ടിന്യൂസ് ആയി 3 ദിവസമായി കുടിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അങ്ങനെ തൃപ്തിയോടെ ഞാൻ ഇന്നത്തെ അത്താഴം അവസാനിപ്പിച്ച് നാളത്തേക്കുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങുകയാണ് ഗൈസ്. അപ്പോൾ ബൈ ബൈ.